ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള രണ്ട് വാൾ ഡെക്കർ ഐഡിയ ആണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഇത് 10 ഇഞ്ച് വരുന്ന ഒരു എംബ്രോയ്ഡറി ഹൂപ്പാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു റിങ് മാത്രം മതി. അപ്പം മറ്റേത് നമുക്ക് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ മാക്രൈം ത്രെഡാണ് നമ്മളിതിലിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തിക്നെസ് 3 mm ആണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിലേ നമുക്ക് കൂടുതലും വീഡിയോസൊക്കെ ഇടാനുള്ളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ഇത് മാക്രൈം നമുക്കറിയാം അത്യാവശ്യം കുറച്ച് റേറ്റുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 120 സെൻറ്റിമീറ്ററിൽ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് എത്ര എണ്ണം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഇതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 40 എണ്ണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം കറക്റ്റ് നമ്പർ ഓർമ്മയില്ല. എന്തായാലും നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് 120 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ ഉണ്ടാവും നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിലും കൂടുതലോ അല്ലെങ്കിൽ കുറവാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ത്രെഡിൻ്റെ ലെങ്ത്തൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി ഹൂപ്പിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ യെല്ലോ കളറ് മാക്രൈം ത്രെഡും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ വുഡൻ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് നമുക്ക് ഇതുപോലെ ഇതിൽ കോർത്തെടുത്ത ശേഷം താഴെ ഒരു നോട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ താഴേക്ക് വീണ് പോകാത്ത രീതിയിൽ സിമ്പിളായിട്ടൊരു നോട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. വുഡൻ ബീഡ്സാണ് എടുത്തത്. നമുക്കിപ്പം പിന്നെ ബാംബു കളറിൽ ഒക്കെ വരുന്ന ബാംബു വുഡിൻ്റെ ഒക്കെ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, അപ്പം അതിൽ വരുന്ന ടൈപ്പ് വുഡൻ ബീഡ്സും ഉണ്ട്. എന്നിട്ട് നമുക്ക് ഫൈനലി ഇതൊന്ന് ജസ്റ്റ് കോമ്പൗണ്ട് ഒന്നിങ്ങനെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടിഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കർ ഐഡിയ. മാക്രൈം ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയൊക്കെ വേണം, കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാക്രൈം ഐഡിയ ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഹാങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, മടി പിടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്സൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ഐഡിയയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടൈപ്പ് ഇതുപോലെ കബാബ് സ്റ്റിക്ക് അല്ലെങ്കിൽ സ്ക്വയർ എന്നൊക്കെ പറയും, പിന്നെ ബാംബൂ സ്റ്റിക്ക് എന്നൊക്കെ പറയും. ഇതുപോലെ 2 ടൈപ്പ് വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയൊരു ചാർട്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് കളറായാലും കുഴപ്പമില്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് പേപ്പർ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ, ലീഫ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വുഡൻ സ്റ്റിക്കൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാം.
ഈ ഒരു വുഡൻ സ്റ്റിക്ക് ഉണ്ടല്ലോ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ നോർമൽ സിസേഴ്സ് യൂസ് ചെയ്ത് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സിസേഴ്സാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാന്റൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 3 സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്ത സൈസ് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. ഇത് കുറച്ച് ചെറുതാണ് ഞാൻ ചെയ്ത് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലിയത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് വോളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഫുൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഫുള്ളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്ലാന്റിലൊക്കെ ഉള്ള ആ ഒരു സ്റ്റെം നോഡ് പോലൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഫുൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ലീഫ് ഞാനിപ്പം ഈ ഒരു ചെറിയ പീസ് വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ കൊണ്ട് നമ്മളിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളൊന്ന്. ഫൈനലി നമ്മളിതെല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു പ്ലാന്റിൻ്റെ പിന്നെ ലീഫൊക്കെ പോലെ നമ്മളിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ഡിസൈന് ഒരു ഏകദേശം മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്രൈയിൽ ഹോം ഡെക്കോറിൻ്റെ ആ ഒരു സെക്ഷനിൽ കണ്ടതായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലൊക്കെ ഏകദേശം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം അങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട്. എക്സാക്റ്റ് അല്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടി നല്ല ഭംഗിയുള്ളൊരു വാൾ ഡെക്കർ ഐഡിയ തന്നെയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ഐറ്റംസ് ഇതുപോലെ ചെറിയ ചിലവിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ഇത് പെയിൻറ്റിങ്ങും ഫൈനൽ ലുക്കൊക്കെ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഇത് ഇത്തരം സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതായത് ഫസ്റ്റ് ഇതുപോലെ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഉള്ളിൽ ഫുള്ളൊന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലുള്ള ആ ഒരു വുഡൻ സ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഞാനിതുപോലെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ അവിടെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത്ര ഉള്ളിലേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഗ്യാപ്പിൽ നമ്മളിപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഉള്ളിൽ ആ ഗോൾഡൻ ലീഫിലേക്കൊക്കെ ചിലപ്പം സ്പ്രെഡ് ആവും. അപ്പം നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയ ഏരിയയിലൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള 2 വാൾ ഡെക്കർ ഐഡിയ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.